കോൺഗ്രസിന്റെ DGP ഓഫീസ് മാർച്ചിൽ സംഘർഷം. നേതാക്കൾ വേദിയിൽ പ്രസംഗിക്കുമ്പോൾ പോലീസ് കണ്ണീർ വാതകവും ജലപീരങ്കിയും പ്രയോഗിച്ചു. പോലീസിന് നേരെ കല്ലേറുണ്ടായി. KPCC പ്രസിഡന്റ് K. സുധാകരനെ ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഞങ്ങൾ നടത്തുന്നത് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ പോലീസ് മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഹരി മോഹൻ വിവരങ്ങളുമായി ചേരുന്നു. ഹരി, എന്താണ് സംഭവിച്ചത്? അജിൻസ്, ഈ മാർച്ച് തുടങ്ങുന്നതിന് മുമ്പ് KPCC പ്രസിഡന്റ് K. സുധാകരൻ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഒരക്രമത്തിനും തങ്ങളില്ല, പറ്റുമെങ്കിൽ DGP ഒന്ന് കാണണം, അല്ലെങ്കിൽ ഞങ്ങൾ സമരം ചെയ്ത് തിരിച്ചു പോരും എന്നുള്ളതായിരുന്നു KPCC പ്രസിഡന്റ് K. സുധാകരൻ പറഞ്ഞത്. ഇതിന് ശേഷം 11 മണിക്ക് ശേഷമാണ് ഈ മാർച്ച് മ്യൂസിയം പരിസരത്ത് നിന്ന് ആരംഭിച്ചത്. മാർച്ച് മുന്നോട്ട് പോകും തോറും പ്രവർത്തകർ, അതായത് ഈ നേതാക്കളുടെ വിലക്ക് പോലും അവഗണിച്ചുകൊണ്ട് ഒരു കൂട്ടം പ്രവർത്തകർ നവകേരള സദസ്സിന്റെ ബോർഡുകൾ നശിപ്പിച്ചുകൊണ്ടായിരുന്നു മുന്നോട്ടേക്ക് വന്നുകൊണ്ടിരുന്നത്. ഈ മാർച്ച് പിന്നീട് ഇവിടെ DGP ഓഫീസിന് മുന്നിലേക്ക് എത്തി. അവിടെ ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ഒരു വലിയ പോലീസ് സന്നാഹം തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ സന്നാഹം അവിടെ നിൽക്കുന്നു. അതിന് തൊട്ട് മുമ്പിൽ, അതായത് ബാരിക്കേഡിന് ഒരു 50 മീറ്റർ മുമ്പിലായി ഒരു സ്റ്റേജ് സെറ്റ് ചെയ്തിരുന്നു ഒരു ലോറിയിൽ. ഈ സ്റ്റേജിലെത്തിയാണ് ഇവർ പ്രസംഗം ആരംഭിച്ചത്. ആദ്യം പാലോട് രവി DCC പ്രസിഡന്റ് സംസാരിക്കുന്നു. അതിനുശേഷം KPCC പ്രസിഡന്റ് K. സുധാകരൻ സംസാരിക്കുന്നു. K. സുധാകരൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു കൂട്ടം പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം, അതായത് ഈ വേദിക്ക് ഈ സ്റ്റേജിന്റെ പുറകിൽ ഉള്ള ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. അതിനുശേഷമാണ് ഒരു കൂട്ടം പ്രവർത്തകർ ഒരു വശത്തേക്ക് മാറി നിന്നുകൊണ്ട് കല്ലുകൾ പോലീസിന് നേരെ വലിച്ചെറിയുന്ന ഒരു പ്രവണത സ്വീകരിച്ചത്. അതിനുശേഷം KPCC പ്രസിഡന്റ് വേഗം അവസാനിപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് സംസാരിക്കാൻ തുടങ്ങി. സംസാരിച്ച അല്പസമയം കഴിയുന്നതിന് മുമ്പ് തന്നെ പ്രവർത്തകർ വീണ്ടും കല്ലുകൾ വാരി പോലീസിന് നേരെ എറിയുന്നു. ആണിയടിച്ച പട്ടിക കഷ്ണങ്ങൾ പോലീസിന് നേരെ എറിയുന്ന സ്ഥിതി ഉണ്ടായി. പോലീസ് അല്പസമയം പോലും വെയിറ്റ് ചെയ്തില്ല. അപ്പോൾ തന്നെ ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. ആദ്യഘട്ട ജലപീരങ്കി പ്രയോഗിച്ചതിന് ശേഷവും പ്രവർത്തകർ പോകാതെ ആ സ്ഥലത്ത് തന്നെ നിന്നു. കൂടാതെ കല്ലെറിയുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രകോപനമായി മാറിയത്. ഈ കല്ലേറ് അതിരൂക്ഷമായതോടുകൂടി പോലീസ് പിന്നെ ഒന്നും ആലോചിച്ചില്ല. അടുത്ത നടപടി എന്ന് പറയുന്നത് ഗ്രനേഡ് പൊട്ടിക്കലായിരുന്നു. ഇത്തരത്തിൽ ഗ്രനേഡുകൾ നിരവധിയായി പോലീസിന്റെ ഭാഗത്ത് നിന്ന് പൊട്ടിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അങ്ങനെ ഒരു ഗ്രനേഡ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ സംസാരിച്ചു കൊണ്ടിരിക്കെ അദ്ദേഹത്തിന്റെ മുകളിൽ വന്ന് പൊട്ടുന്ന ഒരു സ്ഥിതി വരെ ഉണ്ടായി. വളരെ അപകടകരമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി. അങ്ങനെ പ്രതിപക്ഷ നേതാവ് പ്രസംഗം അവസാനിപ്പിച്ച് മടങ്ങാൻ പോകുന്നു. അതായത് നേതാക്കൾ എല്ലാവരും തന്നെ സ്റ്റേജിലുണ്ട്. ജലപീരങ്കി ഈ ഗ്രനേഡ് പൊട്ടിക്കുന്നു. ഒപ്പം തന്നെ ജലപീരങ്കി കാര്യമായി കൂടുതൽ തീവ്രതയോടുകൂടി ഉപയോഗിക്കുന്ന ഒരു നിലയെത്തി. അതായത് വേദിയിലേക്ക് വരെ ജലപീരങ്കി വെച്ച് ഉപയോഗിക്കുന്ന ഒരു നിലയിലേക്ക് എത്തി. അങ്ങനെ K. സുധാകരൻ KPCC പ്രസിഡന്റിനെ ചെറിയ രീതിയിൽ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുന്നു. അദ്ദേഹത്തെ അടക്കം ആ വേദിയിൽ നിന്ന് താഴേക്ക് ഇറക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നു. ഇതിനിടെയാണ് അപ്രതീക്ഷിതമായി പോലീസ് നേരിട്ട് കണ്ണീർവാതകത്തിലേക്ക് കടക്കുന്നത്. അതായത് ഒരു രീതിയിലും പ്രവർത്തകരെ നേരിട്ട് കൈകാര്യം ചെയ്യരുത് എന്നുള്ള തീരുമാനം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ ദിവസത്തെ യൂത്ത് കോൺഗ്രസ് KSU സമരങ്ങളൊക്കെ തന്നെ പോലീസ് ലാത്തിച്ചാർജിലൂടെ അടിച്ചമർത്താൻ ശ്രമിച്ചു എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണം പ്രതിപക്ഷം ഉയർത്തുന്നതിനിടെ, അതിനെതിരെ സമരം നടക്കുന്നതിനിടെ കൂടിയാണ് വീണ്ടും ലാത്തിച്ചാർജ് ഉണ്ടായാൽ അതൊരു പ്രശ്നമായി മാറുമെന്ന് പോലീസ് കണക്ക് കൂട്ടി. അതുകൊണ്ട് തന്നെയാണ് ആദ്യം ജലപീരങ്കി, പിന്നീട് ഗ്രനേഡ്, അതിനുശേഷം കണ്ണീർവാതകം ഒന്നിലധികം തവണ പ്രയോഗിച്ചു. ഇതിനിടയ്ക്കും വലിയ തോതിൽ പ്രവർത്തകർ മാറി നിന്നുകൊണ്ട് കല്ലെറിയുന്നൊരു പ്രവണതയുണ്ടായി. ഇതിനിടയ്ക്ക് പരിക്കുകൾ കാര്യമായി പറ്റുകയുണ്ടായി. പ്രവർത്തകരുടെ തലയിൽ വരെ, പല പ്രവർത്തകരുടെ ഇടയിൽ വരെ അവരുടെ കൂട്ടത്തിൽ ഉള്ള ആളുകൾ എറിഞ്ഞ കല്ല് വീഴുകയും പരിക്കേൽക്കുകയും ചെയ്തു. പോലീസുകാർക്ക് പരിക്കേറ്റു. ഒരു മാധ്യമപ്രവർത്തകന് തലക്കടക്കം പരിക്കേൽക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങളെത്തി. അപ്പോൾ ഇത്തരത്തിലേക്ക് സംഘർഷഭരിതമായ സാഹചര്യത്തിലേക്ക് എത്തി. പക്ഷേ നിരന്തരമായി കണ്ണീർവാതകം പ്രയോഗിക്കുകയും ജലപീരങ്കി പ്രയോഗിക്കുകയും ഗ്രനേഡുകൾ പൊട്ടിക്കുകയും ചെയ്തതോടുകൂടി പ്രവർത്തകർ ഒരു പരിധിവരെ പിന്നോട്ടേക്ക് പോയി. അതിനുശേഷം
ഇനിയും സംഘർഷം വേണ്ട, ഇനി കാര്യങ്ങൾ സമാധാനപരമായി പോയാൽ മതി എന്നുള്ള കോൺഗ്രസ് നേതാക്കളുടെ നിർദ്ദേശപ്രകാരം ഒരു ഭാഗത്ത് നിന്ന് മടങ്ങിപ്പോയിട്ടുള്ള യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നു. യൂത്ത് കോൺഗ്രസ്സുകാരെ സമാധാനിപ്പിക്കുന്നു. കോൺഗ്രസ് നേതാവ് എം ലിജു വരുന്നു. മുതിർന്ന നേതാക്കൾ അടക്കമുള്ള ആളുകളുണ്ടായി. അവരെല്ലാവരും തന്നെ ഈ പ്രവർത്തകരെ പിന്തിരിപ്പിച്ച് തിരിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തി. ഇതിനിടയിലാണ് അതിരൂക്ഷമായിട്ടുള്ള ഭാഷയിൽ സർക്കാരിനെയും പോലീസിനെയും വിമർശിക്കുന്ന രീതിയിൽ കൊടിക്കുന്നിൽ സുരേഷ് എം പി, ശശി തരൂർ എം പി, മാത്യു കുളനാടൻ MLA തുടങ്ങിയവർ മാധ്യമങ്ങളോട് സംസാരിച്ചത്. ഈ സംഘർഷം നടന്ന സ്ഥലത്തിന് തൊട്ടടുത്ത് വെച്ച് തന്നെ ഇവർ പോലീസിന്റെ നടപടിയെ അപലപിച്ചു. പോലീസ് നടത്തിയത് പ്രകോപനം ഇല്ലാത്ത തരത്തിലുള്ള ആക്രമണമാണ്, ഒരു കാര്യവുമില്ലായിരുന്നു. പ്രത്യേകിച്ച് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും അടക്കമുള്ളവർ വേദിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കെ ഗ്രനേഡ് പൊട്ടിക്കുന്ന നിലയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചത് മനഃപൂർവ്വമാണ്. അത് കൃത്യമായ നിർദ്ദേശം ഉണ്ടായിരുന്നു. അതിന് കണ്ണൂർ ലോബിയുടെ അടക്കമുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള തരത്തിൽ ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. അത്തരത്തിൽ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ നേതാക്കൾ എല്ലാവരും കൂടി KPCCയിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ സ്ഥലത്ത് യാതൊരു സംഘർഷാവസ്ഥയും ഇല്ല. ബാരിക്കേഡുകൾ മാറ്റിയിരിക്കുന്നു. വാഹന ഗതാഗതം പുനഃസ്ഥാപിച്ചിരിക്കുന്നു. പോലീസിന്റെ ഭാഗത്ത് നിന്ന് വളരെ കൃത്യമായ പ്രതിരോധം ഇത്തവണ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുക. അതായത് ഒരു തരത്തിലുള്ള ലാത്തിചാർജിലേക്കും കാര്യങ്ങൾ പോകാതെ കയ്യിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് സർവ്വസന്നാഹവുമായി പോലീസ് എത്തിയിരുന്നു. അപ്പോൾ ആ കയ്യിലുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഈ ഗ്രനേഡ് അടക്കമുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പരമാവധി പ്രവർത്തകരെ പിന്തിരിപ്പിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു പോലീസിന്റെ ഉദ്ദേശം. അത് കൃത്യമായി നടന്നു. കൂടുതൽ പോലീസുകാരെ സ്ഥലത്ത് വിന്യസിച്ചിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും നിലയിൽ പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകാൻ തയ്യാറായില്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ ആയുധം മാത്രമായി ലാത്തിചാർജ് എടുത്താൽ മതി എന്നുള്ള തീരുമാനം പോലീസിന്റെ ഭാഗത്തുനിന്ന് വന്നിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ലാത്തിചാർജ് ഉണ്ടാകാതിരുന്നത്. അങ്ങനെ എന്തെങ്കിലും കാരണവശാൽ ലാത്തിചാർജ് ഉണ്ടായിരുന്നെങ്കിൽ മുതിർന്ന നേതാക്കൾ അടക്കമുള്ളവർ സ്ഥലത്തുണ്ടായിരുന്നു. അത് ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോയതിന് തൽക്കാലം അതുണ്ടാവുന്നില്ല. പോലീസിനെതിരെ ആരോപണങ്ങൾ പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട് എങ്കിൽ പോലും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു മർദ്ദന നടപടികൾ ഉണ്ടായിട്ടില്ല എന്നുള്ളത് സർക്കാരിനെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമാണ്. പ്രത്യേകിച്ച് നവകേരള സദസ്സിന്റെ അവസാന ദിവസം കൂടി ആയതിനാൽ എന്തായാലും പ്രവർത്തകരിൽ ചിലർക്ക് പരിക്കേൽക്കുകയും ഇപ്പോൾ നേതാക്കളിൽ ചിലർക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കെ സുധാകരൻ MP, ജെബി മേത്തർ MP അടക്കമുള്ള ആളുകൾക്കൊക്കെ തന്നെ ഇത്തരത്തിൽ